സിനിമാ ലോകത്തെ വെളിച്ചത്തിനപ്പുറമുള്ള ജീവിതങ്ങളെ തുറന്നു കാണിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അലയൊലികൾ അടങ്ങുന്നില്ല. വിഷയത്തിൽ സർക്കാർ ഇത്രയും കാലം റിപ്പോർട്ട് വൈകിച്ചത് എന്തിനെന്ന ചോദ്യം ഉയരുന്നുണ്ട്. റിപ്പോർട്ട് ഉയർത്തുന്ന കാതലായ വിഷയങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരു ചോദ്യം. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ മലയാള സിനിമയിൽ പലതും ചീഞ്ഞുനാറുന്നുണ്ടെന്ന മലയാളികളുടെ സംശയങ്ങൾ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളൊന്നും അങ്ങനെ അല്ലാത്തവയാണെന്ന് പറയാതെ പറഞ്ഞ വാക്കുകളാണ് റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തുള്ളത്. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ WCCയുടെ പോരാട്ടങ്ങളാണ് ഹേമ കമ്മിറ്റിയുടെ പിറവിക്ക് പിന്നിൽ. 2017 കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവം കേരളക്കര ഞെട്ടലോടെയാണ് കേട്ടത്. സംഭവത്തെ തുടർന്ന് കൊച്ചിയിലെ താരങ്ങളെല്ലാവരും പങ്കെടുത്ത പരിപാടിയിൽ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകൾ പിന്നീട് കേരളം ചർച്ച ചെയ്തു. നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അന്ന് ലേഡി സൂപ്പർ സ്റ്റാർ പറഞ്ഞ വാക്കുകൾ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ 2017 നവംബർ 1 ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മ പിറവികൊള്ളുന്നത്. WCC എന്ന ചുരുക്കപ്പേരിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സജീവമായി. തുടക്കകാലത്ത് WCC വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. സിനിമാ നിർമ്മാണ യൂണിറ്റുകളിൽ ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് മുതൽ പോഷ് നിയമം പാലിക്കണമെന്ന ഹൈക്കോടതി ഇടപെടലുകളിൽ വരെ WCC നിർണായക ഘടകമായി. രൂപീകരണത്തിന് പിന്നാലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉൾപ്പെടെ നിർണായക ഇടപെടലുകൾ നടത്തിയ WCC പിന്നീട് പതിയെ നിഷ്ക്രിയമായി. കാലക്രമേണ WCCയുടെ പിൻവലിഞ്ഞു തുടങ്ങി. പല വിഷയങ്ങളിലും മൗനം പാലിച്ചു. പ്രതികരണങ്ങളിൽ മിതത്വം. പിന്നീട് കണ്ടത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മാത്രം ഒതുങ്ങുന്ന WCCയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഇടപെടൽ നടത്തിയെങ്കിലും പൊതുമധ്യത്തിൽ ഇറങ്ങിയുള്ള പ്രതികരണത്തിന് സംഘടന തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ WCCയുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെയും വിമർശനമുണ്ട്. ഇവർക്ക് സ്വാർത്ഥ താല്പര്യമെന്നും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘടനയുടെ നിലപാടുകൾ പ്രതിഷേധിച്ച് 2018 മഞ്ജു വാര്യർ രാജിവെച്ചതും നിലവിൽ സജീവ ചർച്ചയാകുന്നുണ്ട്. ചരിത്രം സൃഷ്ടിച്ചു പിറന്ന WCCയിലെ പല വിഷയങ്ങളിലും നിശബ്ദമാവാൻ കാരണം എന്തെന്ന ചർച്ചയും സജീവമാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും വിവേചനങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനായി ജസ്റ്റിസ് K. ഹേമ അധ്യക്ഷയായ മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ 3-അംഗ കമ്മിറ്റിയാണ് വിഷയം പഠിച്ചത്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമാണ് കമ്മിറ്റിയെ നിയോഗിച്ചത്. സിനിമാ വ്യവസായത്തിന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും ഒക്കെ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുടെ ഫോൺ നമ്പർ ശേഖരിച്ച കമ്മിറ്റി ഇവരെ എല്ലാം ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നാലെ വിഷയം ചർച്ച ചെയ്യാനായി ഗ്രൂപ്പിൽ സന്ദേശമിട്ടതിന് പിന്നാലെ ഒന്നൊഴിയാതെ എല്ലാവരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചത് കമ്മിറ്റിയെ ഞെട്ടിച്ചു. തങ്ങളുമായി ഒരു കാര്യവും സംസാരിക്കേണ്ടതില്ലെന്ന് അസോസിയേഷനുകൾ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കാര്യം വ്യക്തം. ആരെയൊക്കെയോ സംരക്ഷിക്കാൻ സിനിമയിലെ ഉന്നതർ മുതൽ ശ്രമിക്കുന്നുണ്ട്. 4 വർഷത്തിനിപ്പുറം റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ കേരളം മുഴുവൻ ചർച്ചയാവുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.